ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാം ക്രാക്ക്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സിനോണിംസ് ആണ്. നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സിനോണിംസ്. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു പോർഷനും അതുപോലെ ഏറ്റവും നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതുമായിട്ടൊരു പോർഷനാണ് നമ്മുടെ സിനോണിംസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, ബട്ട് എപ്പോഴും നമുക്കൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സിനോണിംസ് നമ്മുടെ PSC എക്സാംസിനും അങ്ങനെയുള്ള എക്സാംസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു പോർഷനാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനോണിംസിൽ ഉറപ്പായിട്ടും ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എല്ലാ വർഷവും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഫസ്റ്റ് വൺ, സ്പിരിറ്റ് ഓഫ് അമോണിയ. എന്താണ് സ്പിരിറ്റ് ഓഫ് അമോണിയ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പിരിറ്റ് ഓഫ് സാൽ വോളറ്റൈൽ. നമുക്ക് ഡൗട്ട് വരരുത്, സ്പിരിറ്റ് ഓഫ് സാൽ വോളറ്റൈൽ ആണ് സ്പിരിറ്റ് ഓഫ് അമോണിയ എന്ന് പറയുന്നത്. നമുക്ക് ഫോർമുല NH4 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോൺ ആസ് ഡ്രൈ ഐസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻറ്റിമണി സോഡിയം ടാർട്രേറ്റ്. ഇറ്റ് ഇസ് ടാർട്ടാർ എമിറ്റിക്. ഓക്കെ, വിത്ത് ദ ഫോർമുല C4H4O7 SbNa. ഓക്കെ, ആൻറ്റിമണിയാണ് SB. നെക്സ്റ്റ് വൺ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം, സ്ലേക്കറ്റ് ലൈമാണ്, CaOH ട്വൈസ് ആണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡും അതുപോലെ കാൽഷ്യം കാർബണേറ്റും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നൊരു പോർഷനാണ് ഈ മൂന്നെണ്ണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലേക്കറ്റ് ലൈമാണ്, ദാറ്റ് ഇസ് CaOH ട്വൈസ്. ഓക്കെ, നമ്മൾ മുറുക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള സാധനമാണ് ഈ സ്ലേക്കറ്റ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് വാട്ടറിലായിരിക്കും കിടക്കുന്നത്, ഒരു നനഞ്ഞ ഒരു ഇതിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഓർക്കുക, ഇറ്റ് ഇസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ്, ദറ്റ് ഇസ് ക്വിക്ക് ലൈം. നമുക്ക് എക്സ്റ്റേണലി ഉള്ള ഷെല്ലുകളെല്ലാം ഈ എഗ്ഗിൻ്റെ ഷെല്ലായാലും പിന്നെ അല്ലാതെ സീ ഫുഡിലുള്ള ഷെല്ലൊക്കെ ആയാലും അതെല്ലാം വരുന്നത് നമ്മുടെ ഈ കാൽഷ്യം ഓക്സൈഡാണ്, CaO. ഓക്കെ, നെക്സ്റ്റ് വൺ, കാൽഷ്യം കാർബണേറ്റ്, ദറ്റ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് ചോക്ക്. കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതും കാൽഷ്യം കാർബണേറ്റ് ആണ്, ദറ്റ് ഇസ് CaCO3, CaCO3. നെക്സ്റ്റ് വൺ, കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്താണ്? ബ്ലൂ വിട്രിയോൾ, CuSO4. ദെൻ ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റ് ഇസ് ഗ്രീൻ വിട്രിയോൾ. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ബ്ലൂവും ഫെറസ് സൾഫേറ്റ് ഗ്രീനും സിങ്ക് സൾഫേറ്റ് വൈറ്റും ആണ്. ഓക്കെ, ഈ മൂന്നെണ്ണം കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വൺ, ആരോമാറ്റിക് സൾഫ്യൂരിക് ആസിഡ്, അതാണ് എലിക്സർ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, എലിക്സർ ഓഫ് വിട്രിയോൾ, ആരോമാറ്റിക് സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് വൺ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്, ദറ്റ് ഇസ് മ്യൂരിയാറ്റിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, നമ്മളെപ്പോഴും ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് സാൽ വോളറ്റൈലാണ്. ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. അമോണിയ സാൽ വോളറ്റൈലും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ മ്യൂരിയാറ്റിക് ആസിഡ് എന്നും പറയും. നെക്സ്റ്റ് വൺ, ക്ലോറിനേറ്റഡ് ലൈം. ക്ലോറിനേറ്റഡ് ലൈം ബ്ലീച്ചിങ് പൗഡറാണ്, CaOCl2 ആണ്. ദെൻ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സോൾട്ട് പെട്രി ആണ്, KNO3. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് കോസ്റ്റിക് പൊട്ടാഷ്, ദറ്റ് ഇസ് KOH. നെക്സ്റ്റ് വൺ, സോഡിയം ബൈകാർബണേറ്റ്, ദറ്റ് ഇസ് ബേക്കിംഗ് സോഡ. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സിനോണിം എന്താ? കോസ്റ്റിക് സോഡ. സോഡിയം നൈട്രേറ്റിൻ്റെത് ചില്ലി സോൾട്ട് പെട്രെ. ആൻഡ് സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ് എന്ന് പറഞ്ഞാൽ റോഷൽ സോൾട്ട്സ്, സിഗ്നറ്റ് സോൾട്ട്. അപ്പം നമുക്ക് ഇവിടെ ഡൗട്ട് വരുന്ന മൂന്നെണ്ണം നമ്മുടെ സോഡിയം ബൈകാർബണേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം നൈട്രേറ്റുമാണ്. ഓക്കെ, ഇത് മൂന്നും ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ അത് മൂന്നും കറക്റ്റായിട്ട് നോക്കി വെക്കണം. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ ആൻഡ് സോഡിയം നൈട്രേറ്റ് ഇസ് ചില്ലി സോൾട്ട് പെട്രെ. ഓക്കെ, നെക്സ്റ്റ് വൺ, സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ്, ദറ്റ് ഇസ് റോഷൽ സോൾട്ട്. പിന്നെ സോഡിയം സൾഫേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോബേഴ്സ് സോൾട്ട് ആണ്. സോഡിയം മെറ്റാഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് മാഡ്രിൽ സോൾട്ട് അല്ലെങ്കിൽ ഗ്രഹാംസ് സോൾട്ട് എന്ന് പറയും. ഓക്കെ, പിന്നെ ഡൗട്ട് വരുന്ന മൂന്നെണ്ണം സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റും സോഡിയം സൾഫേറ്റും സോഡിയം മെറ്റാഫോസ്ഫേറ്റും ആണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല, ബിക്കോസ് ഇത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നൊരു മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്നത് പ്രസ്റ്റൻസ് സോൾട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സാൽ വോളറ്റൈൽ. നമ്മുടെ സ്പിരിറ്റ് ഓഫ് അമോണിയം പറഞ്ഞില്ലേ, അതുപോലത്തെ തന്നെ സാൽ വോളറ്റൈൽ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ്, അമോണിയം ക്ലോറൈഡ്, സാൽ അമോണിയാക്ക് അല്ലെങ്കിൽ സാൽ മിയാക്ക്. പിന്നെ അക്വസ് അയഡിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലൂഗോൾ സൊല്യൂഷനാണ്. അക്വസ് അയഡിൻ സൊല്യൂഷൻ ഇസ് ലൂഗോൾ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലോറിനേറ്റഡ് ലൈം ആൻഡ് ബോറിക് ആസിഡ് സൊല്യൂഷൻ ഇസ് യൂസോൾ.
എപ്പോഴും ഇതുവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് യൂസോളും ല്യൂഗോൾ സൊല്യൂഷനും. യൂസോൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സൊല്യൂഷൻ എന്നാണ് ഇത് പറയുന്നത്. ദാറ്റ് ഇസ് ക്ലോറിനേറ്റഡ് ലൈമും അതുപോലെ ബോറിക് ആസിഡ് സൊല്യൂഷനും കൂടെ കോമ്പിനേഷനാണ് യൂസോൾ എന്ന് പറയുന്നത്. ഓക്കെ, യൂസോളിൻ്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ലെഡ് അസറ്റേറ്റ്. ലെഡ് അസറ്റേറ്റ് എന്ന് പറയുന്നത് സോൾട്ട് ഓഫ് ലെഡാണ്. മെഗ്നീഷ്യം സൾഫേറ്റ്, എപ്സം സോൾട്ടും, പൊട്ടാസ്യം അയോഡൈഡ്, കാലി അയോഡിഡം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം CaSO4 ആണ് അതിൻ്റെ ഫോർമുല, പ്ലസ് ഹെമി ഹൈഡ്രേറ്റും കൂടെ ഉണ്ട്. ദെൻ സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ലൂഹാർ കോസ്റ്റിക് ആണ്, അതായത് AgNO3. ഓക്കെ, ആൻഡ് സിങ്ക് ജെലാറ്റിൻ. സിങ്ക് ജെലാറ്റിൻ എന്താണ്? ഉന്നാസ് പേസ്റ്റ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഉന്നാസ് പേസ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെൻറ്റോണൈറ്റ് സോപ്പ് ക്ലേ ആൻഡ് ഹെവി കാവലിൻ ചൈന ക്ലേ. ഈ ബെൻറ്റോണൈറ്റിൻ്റെയും ഹെവി കാവലിൻ്റെയും ഡിഫറൻസ് വരുന്നത് നമ്മുടെ ഈ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പോർഷനിലാണ്. അതായത് 6 SiO2 ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 2 SiO2 ആണ്. ഓക്കെ, വിത്ത് എ വേരിയബിൾ നമ്പർ ഓഫ് വാട്ടർ ഓൺ ബെൻറ്റോണൈറ്റും വിത്ത് സ്പെസിഫിക്കലി 2 molecule ഓഫ് വാട്ടർ ഓൺ ഹെവി കാവലിനും. നെക്സ്റ്റ് വൺ മെർക്കുറസ് ക്ലോറൈഡ്. മെർക്കുറസ് ക്ലോറൈഡ് ആണ് നമ്മുടെ കലോമൽ എന്ന് പറയുന്നത്, ദറ്റ് ഇസ് HgCl. ഓക്കെ, നെക്സ്റ്റ് വൺ വീക്ക് സൊല്യൂഷൻ ഓഫ് അയഡിൻ. വീക്ക് സൊല്യൂഷൻ ഓഫ് അയഡിൻ എന്താണ്? അയഡിൻ ടിങ്ചർ ആണ്, ദറ്റ് ഇസ് Ki. നെക്സ്റ്റ് വൺ നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ലാഫിംഗ് ഗ്യാസ്. അപ്പം ഈ ഒരു 35 കോമ്പൗണ്ട്സ് ഷുവറായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ 35 എണ്ണം കറക്റ്റായിട്ട് ഒരു മിസ്റ്റേക്കും ഒരു ഡൗട്ടും കൂടാതെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്, എപ്പോഴും ഡൗട്ട് വരുന്നൊരു പോർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us go to MCQs. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാനസ് ഫ്ലൂറൈഡ്. സ്റ്റാനസ് ഫ്ലൂറൈഡ് എന്താണ്? A. Sodium fluoride, B. Tin fluoride, C. Calcium fluoride and D. None of these. സ്റ്റാനസ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ടിൻ ഫ്ലൂറൈഡാണ്. സ്റ്റാനസ് ഫ്ലൂറൈഡ് ആ ടിന്നിൻ്റെ എന്താ പറയുന്നത് ഇനി പേരാണ് നമ്മുടെ സ്റ്റാനസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാക്കിൻ സൊല്യൂഷൻ. ഡാക്കിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വീക്ക് അയഡിൻ സൊല്യൂഷൻ, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണോ, അത് കോമ്പൗണ്ട് സോഡിയം ലാക്റ്റേറ്റ് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡാക്കിൻ സൊല്യൂഷൻ എന്താണ്? അത് നമ്മൾ പറയാത്തൊരു പോർഷനാണ്. ഇപ്പോൾ നമ്മൾ ആ 35 കോമ്പൗണ്ട്സിൽ പറയാത്ത പോർഷനാണ് ഇപ്പോൾ ഇവിടെ MCQയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും ഇതും കൂടെ കറക്റ്റായിട്ട് പഠിക്കണം. ഡാക്കിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. ഓക്കെ, വീക്ക് അയഡിൻ സൊല്യൂഷൻ നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് സോഡിയം ലാക്റ്റേറ്റ് സൊല്യൂഷനും അറിയാം, കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ്. കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ റിംഗർ സൊല്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സോഡിയം compound sodium lactate solution. Compound sodium lactate solution is also known as A. Dakin solution, B. Hartmann solution, C. Lugol solution and D. Ringer solution. അപ്പോൾ Dakin solution അറിയാം നമുക്ക് എന്താ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനാണ്. ദെൻ ഹാർട്ട്മാൻ സൊല്യൂഷൻ നമുക്ക് അറിയത്തില്ല. നെക്സ്റ്റ് വൺ Lugol solution അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് Lugol solution എന്താണെന്നുള്ളത്. റിംഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ, നമ്മുടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് റിംഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് അറിയാത്തതെന്ന് വെച്ചാൽ ഹാർട്ട്മാൻ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് സോഡിയം ലാക്റ്റേറ്റ് സൊല്യൂഷൻ എന്താണ്? ദറ്റ് ഇസ് ഹാർട്ട്മാൻ സൊല്യൂഷൻ. ഈ ഹാർട്ട്മാൻ സൊല്യൂഷൻ നമ്മൾ ഈ ഫാർമക്കോളജി ലാബിലൊക്കെ നമ്മൾ ടിഷ്യൂവിൻ്റെ നമ്മൾ ലൈവ് ടിഷ്യൂവിനെ ഉണ്ടാക്കത്തില്ലേ, നമ്മുടെ മറ്റേ ടെസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ നോക്കാനായിട്ട് മെഡിസിനൊക്കെ ടെസ്റ്റ് ചെയ്യത്തില്ലേ, നമ്മൾ ഡ്രഗ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ ഇല്ലിയൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നത് ഈ ഹാർട്ട്മാൻ സൊല്യൂഷൻ പോലുള്ള മീൻസ് കൾച്ചർ മീഡിയത്തിലായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഹാർട്ട്മാൻ സൊല്യൂഷൻ. ഹാർട്ട്മാൻ സൊല്യൂഷൻ ഇസ് കോമ്പൗണ്ട് സോഡിയം ലാക്റ്റേറ്റ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ milk of magnesia. Milk of magnesia is magnesium hydroxide, magnesium sulfate, sodium carbonate and sodium bicarbonate. എന്താണ് നമ്മുടെ ആൻസർ? milk of magnesia is magnesium hydroxide. Next question and the final question, zinc chloride is also known as A. Madrol salt, B. butter of zinc, C. calomel and D. Epsom salt. നമ്മുടെ ആൻസർ zinc chloride എന്നാണ്, butter of zinc ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആൻഡ് താങ്ക് യു. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക, ഐ വിൽ ആൻസർ ടു യു. പിന്നെ ഇനി ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, ഞാൻ ഐ വിൽ ക്ലിയർ ദാറ്റ് പോർഷൻ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് നമ്മുടെ ഫാർമസി റിലേറ്റഡുള്ള എന്ത് ഡൗട്ട്സും എന്നോട് ചോദിക്കാം, ഐ വിൽ റിപ്ലൈ ടു യു. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.